കാന്തപുരം ഉസ്താദ് ഒരു നാട്ടിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ബഹുമാനം പുരസ്സരം ബേജാറാക്കുന്നൊന്നുമില്ല, അദ്ദേഹം പറയാണ്, മുജാഹിദുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. മുജാഹിദുകൾക്ക് എന്തുണ്ട്? ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഒരു 2 മണിക്കൂർ പ്രസംഗിച്ച 100 കണക്കിന് ആയത്ത് ഉദ്ധരിക്കും. എന്നിട്ട് ഖുർആനിൽ എത്രാമത്തെ അധ്യായം എത്രാമത്തെ വചനം എന്നൊക്കെ പറയും. നമ്മളോ, കാന്തപുരം ഉസ്താദ് കാന്തപുരം ടീമിനെ പറ്റി പറയാണ്, നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയാൽ 1 2 പിന്നെ ചരിത്രമാണ്. കണ്ടോ, മുജാഹിദുകൾക്കുള്ള അംഗീകാരം തന്നെ എന്താണ്? ഓൾക്ക് ഖുർആനുമായിട്ട് നല്ല ബന്ധമാണ്. നമുക്കതല്ലേ വേണ്ടത്? ഖുർആനായിട്ടല്ലേ നമുക്ക് ഏറ്റവും വലിയ ബന്ധം. വഹാബിയല്ലേ, ബഗിഡല്ലേ, പെട്ടെന്ന് പെട്ടോ. പ്രത്യേകിച്ച് മുജാഹിദ് ബാലുശ്ശേരിയ എന്താ പറയുക, പെടൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പെടാപ്പെടൽ ആദ്യമായിട്ട് ഇമാം ബുഖാരി റഹിമഹുള്ള അടക്കം ഉദ്ധരിച്ച ഹദീസാണ് കാണുന്നത്. ആ ഹദീസ് നിങ്ങൾ വായിച്ചോളി, അതിന്റെ മാന ഞാൻ പറഞ്ഞുതരാം. ഇതിലെന്താ പറയുന്നത് പറഞ്ഞാല്, ഗനീമത്ത്, യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് മുതൽ മുത്തനബി ഇങ്ങനെ വീതിച്ചു കൊണ്ടിരിക്കുമ്പോ ദുൽഹുവൈസർ തമീമി എന്ന് പറഞ്ഞ വ്യക്തി വന്ന് നബി തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ്, നീതി കാണിക്കണം കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ഏടാ ഞാൻ നീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ നീതി കാണിക്കുന്നത്? ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വധിക്കാൻ വേണ്ടി റസൂലാണ് സമ്മതം ചോദിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇന്നലഹു അസ്ഹാബൻ, അവന്റെ അനുയായികൾ വരാനുണ്ട്. ആ അനുയായികളുടെ സ്വഭാവം എന്താ? അവർ നിസ്കാരം നോമ്പൊക്കെ കണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളുടെ ഒന്നുമല്ല, ഓർ വളരെ ഉഷാറാണെന്ന് തോന്നിപ്പോകും. മാത്രമല്ല നബി തങ്ങൾ പറയാണ്, യഖ്റഊനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആനോടും, ലാ യുജാവിസു തറാഖിയഹും, അവരെ തൊണ്ടക്കുഴി അത് വിട്ടുകിടക്കുകയില്ല. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ്സഹു മിന റമിയതി, വേട്ട മൃഗത്തെ തൊട്ട് അമ്പ് എങ്ങനെ തെന്നി മാറിയിരിക്കുന്നു ആ രീതിയിലാണ്. വളരെ ഉഷാറായി ഖുർആനോടും, പക്ഷെ അതുമായി ബന്ധം അവർക്ക് ഉണ്ടാവുകയില്ല. ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ ദുൽഹുവൈസർ നീതി കാണിക്കണം എന്ന് പറയുന്നത് ദുൽഹുവൈസർ തമീമി ആരാ? അത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബി പരമ്പരയിൽ പോയി ടച്ചാണ്. അതാണ് മുകളിൽ കൊടുത്തത്. ഒന്നാമത് അബ്ദുൽ വഹാബ്, അവസാനം കൊടുത്ത് പരമ്പര പോയി ടച്ച് ചെയ്യുന്ന ഈ ഹദീസിൽ പറയുന്നത് ദുൽഹുവൈസർ തമീമി.